ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പാവർട്ടി പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അവിടുന്ന് വരുമ്പോൾ തന്നെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവർട്ടി പള്ളിയിലേക്ക് ഉണ്ണിനെ കൊണ്ട് പോയിക്കോളൂ എന്ന് കേട്ടോ. അപ്പോൾ മാമോദിസ കഴിഞ്ഞിട്ട് അപ്പൂസിനെ കൊണ്ട് ആദ്യമായിട്ട് പോകുന്ന പള്ളിയാണ് പാവർട്ടി പള്ളി. പിന്നെ പാവർട്ടി പള്ളി ഒരു എന്താ പറയുക തീർത്ഥാടന കേന്ദ്രമൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ബുധനാഴ്ച ദിവസമാണ്. പൊതുവേ ബുധനാഴ്ച ദിവസമാണ് പാവർട്ടി പള്ളിയിലേക്ക് എല്ലാവരും പോകുന്നത് കണ്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔസ്യപിതാവിൻ്റെ പള്ളിയാണല്ലോ. അതുകൊണ്ടാണ് ബുധനാഴ്ച ദിവസം എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് പോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആണ് കേട്ടോ. അവിടെ ഒരു ഡെയിലി 4 കുർബാനയൊക്കെ ഉണ്ട്. മോർണിംഗ് 2 ഉണ്ട്, അതുപോലെ തന്നെ ഈവനിങ്ങും 2 ഉണ്ട് കേട്ടോ. അപ്പോൾ മോർണിംഗ് എണീറ്റിട്ട് കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം അവനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യണത് കൊണ്ട് ഞാൻ എപ്പോഴും ഉറങ്ങണേന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് മോർണിംഗ് എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഈവനിങ് എന്തായാലും പോവാം, നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കുട്ടികളായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വാശി പിടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവാം. അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ എങ്ങാനും വാശി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവനെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും നാളും അമ്മ കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ഞാൻ വാശി പിടിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ കൊടുക്കുക, അങ്ങനെയാണ് ഇത്രയും നാളുണ്ടായിരുന്നത്. പക്ഷേ ഇനി നമുക്കത് പറ്റില്ലല്ലോ. കാരണം വാശി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നോക്കണം, വേറെ ആരും നോക്കാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാശി പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 5 മണിയുടെ കുർബാനയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ 5 മണിയുടെ കുർബാനയ്ക്ക് നേരത്തോടു കൂടി പോകണം എന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ നമുക്ക് നേരം വൈകി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നല്ല വാശിയായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ലേറ്റായി. അതുപോലെ തന്നെ നമ്മൾ വരണ വഴിക്ക് ഏതോ ഒരു റോഡ് ബ്ലോക്കായിരുന്നു കേട്ടോ. അവിടെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെ ആയിരുന്നു നമ്മൾ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നത്. അപ്പം പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലിരിക്കുമ്പോൾ അവന് വലിയ വാശിയൊന്നുമില്ല കേട്ടോ. അവന് കാഴ്ചകൾ കണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, കരയണ ആൾ വണ്ടിയിൽ കയറിയിട്ട് കരയില്ല. വണ്ടി നിർത്തിയാൽ ചിലപ്പോൾ കരഞ്ഞൊന്ന് വരും, പക്ഷെ വണ്ടി എന്താ പറയുക ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കരയാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 5 മണിയുടെ കുർബാനയ്ക്ക് നമ്മൾ 5:30ക്കാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. കുർബാന ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പാവർട്ടി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടനോട് കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 2 പേർക്കും ഒരുമിച്ചിരിക്കാം. കാരണം ചിലപ്പോൾ അവനെങ്ങാനും വാശി പിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് കരയുമ്പോൾ ചേട്ടനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കരച്ചിലും ആറാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. പിന്നെ എനിക്കാണെങ്കിൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനുള്ളത് കൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. അല്ലാതെ ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയൊന്നുമില്ല. അവനുള്ളത് കൊണ്ട് എങ്ങാനും വാശി പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചേട്ടനിൽ കൊടുക്കാലോ എന്നുള്ളത് കേട്ടാണ് ഞങ്ങൾ ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിപ്പിക്കും. ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും കുർബാന അവസാനിച്ചു കേട്ടോ. അങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് കുറേ പേര് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ പള്ളിയിൽ കയറിയപ്പോൾ അവൻ വലിയ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുൾ ലൈറ്റൊക്കെ കണ്ടിട്ടാണോ എന്ന് തോന്നുന്നു ആൾ കുഴപ്പമില്ലാണ്ട് ആളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ തന്നെയാണ് കേട്ടോ അവനെ ഫുൾ ടൈം എടുത്ത് നടക്കുന്നത്. പൊതുവേ ഞാൻ എടുക്കുന്നത് കുറവാണ്. ചേട്ടൻ വന്നേ പിന്നെ ഞാൻ എടുക്കുന്നത് കുറവാണ്. കാരണം ഞാൻ തന്നെ വിചാരിച്ചു ചേട്ടൻ എടുത്തോട്ടെ, ആകെ കുറച്ച് ദിവസങ്ങളിൽ കിട്ടുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ തന്നെ എടുത്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ നേർച്ച ഇടാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ അവനെ ഔസ്യപിതാവിനെ മുത്തിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവനെ കൊണ്ട് നേർച്ച ഇടിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി അൾത്താരയിൽ അവനെ കെടുത്താനായിട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് അൾത്താരയിൽ കെടുത്താനായിട്ട് പറ്റില്ല. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ കെടുത്തിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചോദിക്കാനായിട്ടൊന്നും പോയൊന്നുമില്ല. അവിടെ കപ്പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അറിയില്ല നമുക്ക് അങ്ങനെ കെടുത്താൻ പറ്റുമോ എന്നറിയില്ല. നമ്മൾ നമ്മുടെ പള്ളിയിൽ അൾത്താരയിൽ കെടുത്തി. പൊതുവേക്ക് തോന്നുന്നു അവനൊക്കെ എടുത്താറില്ല. നമ്മൾ സാധാരണ ഇതുപോലെ ഫ്രണ്ടിലാണ് അവനൊക്കെ എടുത്താറ്. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ അവനൊക്കെ എടുത്തി പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് പർച്ചേസിങ്ങിനായിട്ട് കുറച്ച് ഫീഡിങ് ടോപ്സ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, വേറെ ഒന്നുമല്ല, നമുക്ക് അത്യാവശ്യമാണല്ലോ അത്. അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത് നമുക്കൊരു ഷെയ്ക്ക് കുടിക്കാം. ഷെയ്ക്കല്ല കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്കൊരു സർബത്ത് കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ സർബത്ത് അവിടെ ഇല്ല, ഷെയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഷെയ്ക്ക് കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്കൻ അപ്പോഴേക്കും 6 ടൈം ആകുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ടർക്കി വിരിച്ചിട്ട് അവനവിടെ കെടുത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷെയ്ക്ക് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു സാൻഡ്വിച്ചും പറഞ്ഞു കേട്ടോ. കട്ട്ലേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ കട്ട്ലേറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു 1 പീസ് സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവക്കാഡോ ഷെയ്ക്കും അതുപോലെ തന്നെ ചേട്ടൻ സ്പാനിഷ് ഡിലൈറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അത് എന്താ പറയുക, ഞാനൊരു വെറൈറ്റി പിടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ അവക്കടെ ഞാൻ മുന്നേ കുടിച്ചിട്ടുണ്ടോയെന്ന് ഇത് കുടിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ ചേട്ടനോട് ഇത് ഞാൻ കുടിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ ഒരു ചെറിയൊരു കയ്പ്പ് പോലെ ഉണ്ടായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അധികം കുടിച്ചില്ല. ഞാൻ ചേട്ടന് കൊടുത്തു. പിന്നെ ചേട്ടൻ്റെ ആയിരുന്നു കേട്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നെ. അങ്ങനെ ഞങ്ങൾ ഷേക്ക് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവൻ ഉറക്കത്തിൽ തന്നെയായിരുന്നു കേട്ടോ. അവൻ എണീറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ചാനൽ കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. ഓക്കെ, ബൈ.